ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പം നമുക്കിവിടെ സുഖമാണ്. അപ്പം ഇന്ന് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളെ വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞ് ഇപ്പം സമയം ഒരു 3 മണിയൊക്കെ ആയിട്ടോ, 3-3:15 ആയി. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരാനായി. അപ്പോൾ എന്നും സിറ്റ് ഔട്ട് വെറുതെ തുടച്ച് ഇടലാണ്. ഇന്ന് തോന്നി ഇപ്പോൾ പൊടിയൊക്കെ അല്ലേ, അപ്പം തോന്നി നല്ലോണം സോപ്പും പൊടിയൊക്കെ ഇട്ടൊന്ന് കഴുകാന്ന്. അങ്ങനെ കഴുകിയിട്ടിക്കാണ് സിറ്റ് ഔട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചവിട്ടി കഴുകിയിട്ടീനു കേട്ടോ. അപ്പം അത് ഈ പുല്ലിൽ നല്ല വെയിലുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇട്ടിക്കുകയാണ്. ഇനി മക്കൾ വന്നാൽ ചവിട്ടിയൊക്കെ കേടുവരുത്തി ആകെ ആക്കും ചവിട്ടി ഇട്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ വേഗം അത് കൊണ്ടുവന്ന് ഇടട്ടെ, മക്കൾ വരാനായി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ മക്കൾ വരുമ്പോഴത്തേന് എന്താ ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചവിട്ടിയൊക്കെ എടുത്തുകൊടുന്ന് നമ്മളെ സിറ്റ് ഔട്ടിൽ കൊടുന്ന് വിരിച്ചിടട്ടെ കേട്ടോ. അപ്പം അങ്ങനെ ചവിട്ടിയൊക്കെ വിരിച്ചു. പിന്നെ നമ്മളെ വാഴകളൊക്കെ കുലച്ചിക്കണം. അപ്പോൾ വാഴയൊക്കെ കുലച്ച് ഇങ്ങനെ കണ്ടപ്പോൾ വാഴനെയൊക്കെ ഒന്ന് ചെന്ന് നോക്കി ഇങ്ങനെ നിന്നപ്പോൾ പിന്നെ മനസ്സിലിങ്ങനെ തോന്നി നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പം നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചെറുപഴമാണ് ഇട്ടത്. ചെറുപഴം നമുക്ക് ആവശ്യമില്ലത്ര എടുക്കാം. പിന്നെ അത് നമ്മൾ പൊരിയാവിൽ കിട്ടുമല്ലോ, ഇപ്പോൾ വാങ്ങാൻ കിട്ടുമല്ലോ, ആ അവിലാണ്. പിന്നെ അതിലേക്ക് ഞാൻ പാലില്ലാത്തതുകൊണ്ട് പാൽപ്പൊടിയാട്ടോ. പാലുണ്ട്, പക്ഷേ അത് നമുക്ക് ചായക്കുള്ള പാലുള്ളൂ. അപ്പോൾ പാൽപ്പൊടി കൊണ്ട് ചായ ഇട്ടാൽ വല്ലാതെ ആർക്കും വേണ്ടി വരില്ല. അപ്പോൾ ഞാൻ ജ്യൂസിന് പാൽപ്പൊടിയാട്ടോ എടുത്തിക്കണം. പിന്നെ നമുക്ക് തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ചത് അതും കൂടിയും കൂട്ടിങ്ങാണ്ടാണ്. അപ്പോൾ നമുക്കിത് ആദ്യം ഈ പഴം അടിച്ചെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് പഴം എടുക്കാം കേട്ടോ. ഞാനൊരു 4-5 എടുത്തിക്കണ്. പിന്നെ അതിക്ക് ആവശ്യത്തിന് പഞ്ചസാര, മധുരം വേണ്ടവർക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കുക, കുറച്ച് വേണ്ടവർക്ക് കുറച്ചെടുക്കുക. അപ്പം അങ്ങനെ അവനവൻ്റെ ഇഷ്ടത്തിന് എടുക്കുക. അങ്ങനെ നമ്മൾ പഞ്ചസാരയും കൂട്ടിയത് പിന്നെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്താണ് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പാൽപ്പൊടി ചൂടുവെള്ളത്തിൽ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. അത് പിന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ. അത് നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് പാലടിച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ പാലും ഒഴിച്ചു. അപ്പം ഈ ഒരു ഇതിൽ കണ്ടോ ഇത്ര അങ്ങനെയാണ് കേട്ടോ. നല്ലോണം ലൂസും ആയിട്ടില്ല, നല്ലോണം കുറുകിയിട്ടുമില്ല എന്നില്ലേ, അങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ. അങ്ങനെ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ ഗ്ലാസ്സൊക്കെ ഒഴിച്ചു കൊടുക്കണേ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മളതിന് നല്ലോണം ഇളക്കി നോക്കുമ്പോൾ നമുക്ക് പാകത്തിനൊക്കെ ഉണ്ട്, നല്ല മധുരമുണ്ട്, പിന്നെ എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇതേപോലുള്ള ഒരു ഗ്ലാസ് എടുത്തുക്കണ്. അതിലേക്ക് നമുക്ക് ആദ്യം ഒരു 2 ഇതേപോലത്തെ കയ്യിലാണ്. ഇനി 2 കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു 2 സ്പൂണോ 3 സ്പൂണോ പിന്നെ അവിലിട്ട് കൊടുക്കാം കേട്ടോ. ഒന്നായിട്ട് പിന്നെ ഗ്ലാസ് നിറച്ചിട്ട് അവിലിടരുത്, അപ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല. പിന്നെ നമ്മൾ വെറും അവിൽ മാത്രമല്ല, അതിലേക്ക് വേറെ വല്ല പിന്നെ പഴം കൊത്തി ചെറുതായി അരിഞ്ഞതോ പിന്നെ അങ്ങനെയല്ലേ ഫ്രൂട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കട്ടോ. പക്ഷെ ഞാനതൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ 2-3 ലെയറാക്കിയാണ്ട് ഫസ്റ്റ് ജ്യൂസ് ഒഴിച്ച് കൊടുത്ത് പിന്നെ അവിൽ ഇട്ട് പിന്നെയും ജ്യൂസ് ഒഴിച്ച് കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടത്. പിന്നെ ഇങ്ങനെ സ്പൂണൊക്കെ വെച്ച് കോരി കുടിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ വിശക്കണീനും പറ്റുത്. പിന്നെ ഈ ചൂടിന് നമുക്ക് കുടിക്കാനും നല്ലതാണ്. അപ്പോൾ അങ്ങനെ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.